നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. മഹാപ്രളയത്തിന് ശേഷം മഹാവിഷ്ണു ബാലരൂപിയായി ആലിലയിൽ കിടക്കുന്ന സമയത്തിൽ ദേവി ശംഖചക്ര ഗദാപത്മങ്ങളേന്തി ദിവ്യാവസ്ത്ര വിഭൂഷിതയായി ഭഗവാന് മുന്നിൽ പ്രത്യക്ഷയായി. ഇതാണ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ ദേവിയുടെ അവതാരത്തെക്കുറിച്ച് പറയുന്നത്. ദേവിക്ക് തന്നെ പഞ്ചരൂപങ്ങളാണ് ഉള്ളത്. ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധ എന്നിവരാണ് ഈ പഞ്ചദേവിമാർ. ഇതിൽ ദുർഗാദേവി എല്ലാ ശക്തികളുടെയും മൂർത്തിമത് ഭാവമായ സർവശക്തി സ്വരൂപിണിയാണ്. 64 ഭിന്ന ഭാവങ്ങളിൽ ദുർഗ ആരാധിക്കപ്പെടുന്നുണ്ട്. ശിവന്റെ വാമാർദ്ധമായ പാർവതി തന്നെയാണ് ദുർഗ. ദുർഗാദേവിയുടെ കിരാത ഭാവത്തിലുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാടാമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറയിൽ നിന്ന് 2 കിലോമീറ്റർ കിഴക്കോട്ട് നീങ്ങി കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പാർവതീദേവിയുടെ കിരാത ഭാവത്തിലുള്ളതായിരിക്കുന്ന ദുർഗാദേവിയാണ് പ്രതിഷ്ഠ. അറിഞ്ഞ് സേവിച്ചാൽ ദേവി അനുഗ്രഹം ചൊരിയാതിരിക്കില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ദേവീക്ഷേത്രം ഭാരതമെങ്ങും തന്നെ അറിയപ്പെടുന്നത്. ദേവിക്ക് പുഷ്പാഞ്ജലി കഴിച്ച് മുട്ടറക്കൽ നടത്തി മടങ്ങുന്ന ഭക്തന് തൽക്കാല ദുരിതങ്ങളും തടസ്സങ്ങളുമെല്ലാം തന്നെ തീർന്ന് മാനസികമായ സുഖം പ്രാപിക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയില്ല. ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. മാത്രമല്ല ശ്രീകോവിലിന് മേൽക്കൂരയുമില്ല. 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ മുട്ടറക്കൽ ചടങ്ങ് ഏറെ പ്രശസ്തമാണ്. ഏത് കാര്യത്തിലും ഉണ്ടാകുന്ന മുട്ട് അഥവാ മുടക്കം മാറുവാനായി നാളികേര മുഖാന്തരം ഭഗവതിങ്കിൽ മുട്ടറക്കപ്പെടുന്നു. തൊഴിൽ തടസ്സം മാറുവാൻ തൊഴിൽമുട്ട്, വിദ്യാതടസ്സം മാറുവാൻ വിദ്യാമുട്ട്, വിവാഹ തടസ്സം മാറുവാൻ വിവാഹമുട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും തടസ്സം മാറുവാനായി മുട്ടറക്കൽ ഇവിടെ നടത്തുന്നു. നാളികേരം പുറമേ നിന്നും വാങ്ങി പ്രത്യേകം പണി കഴിപ്പിച്ച ടാങ്കിൽ നാളികേരം മുക്കി ശുദ്ധമാക്കിയിട്ട് ഭക്തർ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ശാന്തിക്കാരനെ അത് ഏൽപ്പിക്കുന്നു. അദ്ദേഹം ഭക്തന്റെ പേരും നാളും എല്ലാം തന്നെ പറഞ്ഞ് ഏത് മുട്ട് തീരുവാൻ വേണ്ടിയാണോ ആ മുട്ടിൻ്റെ പേരും പറഞ്ഞ് നാളികേരം ഉടയ്ക്കുന്നു. നാളികേരം ശരിയായി നടുവേ ഉടഞ്ഞാൽ മുട്ട് തീർന്നു എന്നാണ് അനുഭവം. പണ്ട് പാശുപതാസ്ത്രം സമ്പാദിക്കുവാനായി അർജുനൻ പരമശിവനെ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെടാതെ മടി കാട്ടിയപ്പോൾ പാർവതീദേവി ശിവനോട് കാര്യം ചോദിച്ചു. അർജുനന്റെ അഹങ്കാരം ശമിപ്പിച്ചിട്ടേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്നാണ് പരമശിവൻ പറഞ്ഞത്. എന്നാൽ അതൊന്ന് പരീക്ഷിക്കുക തന്നെ എന്ന് ധരിച്ച് കാട്ടാള വേഷവും വിട്ട് ശിവനും പാർവതിയും അർജുനന്റെ അടുത്ത് ചെന്നു. ആ സമയത്തിൽ ദുര്യോധനൻ അർജുനന്റെ തപസ് മുടക്കി അർജുനനെ ഉപദ്രവിക്കുവാൻ വേണ്ടി മൂകാസുരനെ ഒരു പന്നിയുടെ രൂപത്തിൽ പറഞ്ഞു വിട്ടിരുന്നു. മൂകാസുരൻ അർജുനനെ ഉപദ്രവിച്ച് തപസ്സിളക്കുവാൻ തുനിഞ്ഞപ്പോൾ ശിവൻ അസുരന് നേരെ അമ്പയച്ചു. പന്നിയുടെ ദീനരോദനം കേട്ട് അർജുനനും ഉണർന്നു. തന്നെ ഉപദ്രവിക്കുവാൻ ആരംഭിച്ചിരുന്ന പന്നിയെ അർജുനനും അമ്പെയ്തു. പന്നി മരിച്ചു വീണു. പന്നിയെ കൊന്ന അവകാശവാദവുമായി ശിവനും അർജുനനും തമ്മിൽ തർക്കമായി. ഒടുവിലത് യുദ്ധത്തിൽ കലാശിച്ചു. ഗംഭീരമായ യുദ്ധം തന്നെ നടന്നു. അമ്പുകളേറ്റ് ശിവന്റെ ശരീരമാകെ കീറിമുറിഞ്ഞപ്പോൾ പാർവതീദേവി അർജുനനെ ശപിച്ചുവെത്രേ. എയ്യുന്ന ശരങ്ങൾ മുഴുവനും പുഷ്പങ്ങളായി വർഷിക്കട്ടെ എന്ന്. കാട്ടാള സ്ത്രീ ചില്ലറക്കാരിയല്ല. അർജുനനെ കാര്യം മനസ്സിലായി. കാട്ടാള വേഷധാരികൾ ശിവനും പാർവതിയുമാണ്. അർജുനൻ അവരെ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു. ശിവനും പാർവതിയും സന്തോഷിച്ചു. അർജുനൻ ശുദ്ധ മനസ്സിന്റെ ഉടമയായും തീർന്നു. പാശുപതാസ്ത്രം സമ്മാനിച്ച് പരമശിവൻ അർജുനനെ അനുഗ്രഹിച്ചു. ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക്. അർജുന ബാണങ്ങൾ പുഷ്പങ്ങളായി വർഷിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് പ്രതിഷ്ഠയ്ക്ക് ശേഷം സ്വാമികൾ പൂമൂടൽ ചടങ്ങ് ആരംഭിച്ചത്. ദേവിക്ക് ആദ്യത്തെ പൂമൂടൽ ഉണ്ടായത് കാട്ടു ചെത്തിപ്പൂക്കൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ചെത്തിപ്പൂവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രതിഷ്ഠിച്ച് ആദ്യത്തെ പൂമൂടലും പുഷ്പാഞ്ജലിയും വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ ശങ്കരാചാര്യ സ്വാമികളാണ് നിർവഹിച്ചത് എന്നാണ് ഐതിഹ്യം. പൂമൂടൽ എന്നുള്ളതായിരിക്കുന്ന വിശേഷപ്പെട്ട ഈ വഴിപാട് ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. ഉച്ചപൂജ സമയത്താണ് പൂമൂടൽ നടക്കുന്നത്. മുന്നിൽ വച്ചിരിക്കുന്ന വെള്ളി തളികയിലേക്ക് മന്ത്രോച്ചാരണങ്ങളോടുകൂടി തെച്ചിപ്പൂവ് സമർപ്പിക്കുന്നു. 20 മിനിറ്റോളം ഈ ചടങ്ങുകൾ ഉണ്ടാക്കും. ശ്രീകോവിലിലെ ദേവീതിടമ്പ് എടുത്തു മാറ്റിയതിന് ശേഷമാണ് ഈ ചടങ്ങ് നടത്തുക. ഈ സമയത്തിൽ ശ്രീകോവിൽ അടയ്ക്കാതെ മുൻപിൽ പട്ട് വിരിച്ചിരിക്കും.
അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ദർശനവും അസാധ്യമാണ്. ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് മൂലം ബുക്ക് ചെയ്ത് നടത്തി വന്നിരുന്നതായിരിക്കുന്ന ഈ വഴിപാട് തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നതാണ്. ഇനിയൊരു അറിയിപ്പുണ്ടായാൽ മാത്രമേ ആ ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ആ വഴിപാടിൻ്റെ ഫലപ്രാപ്തി. കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ ഉത്ഭവകാലം വ്യക്തമായി അറിയുവാൻ രേഖകളില്ല. ക്ഷേത്രത്തിൽ ദേവീ പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യ സ്വാമികളാണ് പരക്കെയുള്ള വിശ്വാസം. ആ നിലയ്ക്ക് ശങ്കരാചാര്യ സ്വാമികളുടെ കാലത്തോളം ക്ഷേത്രത്തിന് പഴക്കം കണക്കാക്കേണ്ടി വരും. സ്വാമികളുടെ ജീവിതകാലം 9-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് 1000 വർഷത്തെ പഴക്കം കൽപ്പിക്കേണ്ടി വരും. ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്തെ നാഗകന്യാ പ്രതിഷ്ഠയും പുറത്ത് തെക്ക് ഭാഗത്തെ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. നരസിംഹമൂർത്തിയെയും സുദർശന ചക്രത്തെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലിന് മുന്നിൽ ഉയർന്നു കാണുന്ന തറയിലാണ്. സ്വാമികൾ കിരാത പാർവതീദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കുന്നതിനു വേണ്ടി പ്രതിഷ്ഠാവേളയിൽ സുദർശന മന്ത്രവും നരസിംഹ മന്ത്രവും ജപിച്ച് അവരെ പ്രീതിപ്പെടുത്തി. അവരുടെ സാന്നിധ്യം കൊണ്ട് ദേവിയുടെ അമിത തേജസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന് ശ്രീകോവിലിൻ്റെ മധ്യത്തിൽ കാണുന്ന ദ്വാരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ദേവിയെ ശാന്തരൂപിണിയാക്കി തീർത്തു. ദേവി ഒരിക്കലും ഉഗ്രസ്വരൂപിണിയാകാതിരിക്കുവാൻ സുദർശനത്തെയും നരസിംഹത്തെയും ദേവിക്ക് അഭിമുഖമായി പുറത്ത് പ്രതിഷ്ഠിച്ചു. ദേവീക്ഷേത്രത്തിൻ്റെ 1 മൈൽ പടിഞ്ഞാറു ഭാഗത്തായി കാണുന്ന കിരാത ശിവക്ഷേത്രം മുൻപ് പറഞ്ഞ പുരാണ കഥയ്ക്ക് ഉപോത്ബലകമാണ്. അമ്പും വില്ലും ധരിച്ച കിരാതമൂർത്തിയായിട്ടാണ് പ്രതിഷ്ഠാരൂപം. ദേവീ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടും ശിവപ്രതിഷ്ഠ കിഴക്കോട്ടും അഭിമുഖമായി നിലകൊള്ളുന്നു. കാടാമ്പുഴ ഭഗവതിക്ക് തൃപ്തിയാകണമെങ്കിൽ മാടമ്പിയാർക്കാവിലെ കിരാത ശിവനെ കൂടി ദർശനം നടത്തണം. സ്ഥാനികളായ മാടമ്പി നായന്മാർ പണികഴിപ്പിച്ച ക്ഷേത്രമായതുകൊണ്ടാണ് മാടമ്പിയാർക്കാവ് ക്ഷേത്രം എന്നുള്ളതായിരിക്കുന്ന പേര് വന്നിരിക്കുന്നത്. ക്ഷേത്രത്തിൽ 30 ശനിയാഴ്ച മാത്രമേ നട തുറന്ന് പൂജയുള്ളൂ. എന്നാൽ മണ്ഡലം 41 ദിവസവും ദിവസേന പൂജയുണ്ട്. സകലവിധ വിഘ്നങ്ങളെയും തീർത്ത് ഭക്തന് അഭീഷ്ടവരങ്ങൾ നൽകുന്ന കാടാമ്പുഴ ഭഗവതിയെ ദർശിക്കുവാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. സർവ്വലോകത്തിനും മാതാവായ ആ കരുണാമയിയായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.